ധനഹ ആറാബുധൻ. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 1 മുതൽ 19 വരെയുള്ള തിരുവചനങ്ങളുടെ വിശകലനം. ബേത്സദായിലെ രോഗശാന്തി. ഒരു തിരുനാൾ ദിനത്തിൽ യേശു ജെറുസലേമിൽ പോയി. യഹൂദരുടെ തിരുനാളുകൾ മിക്കവാറും സാബത്ത് ദിനത്തോടനുബന്ധിച്ചായിരുന്നു നടന്നിരുന്നത്. അവർക്ക് 7 തിരുനാളുകളാണ് പ്രധാനമായും ഉണ്ടായിരുന്നത്: പെസഹ തിരുനാൾ, പെന്തക്കോസ്താ തിരുനാൾ, കൂടാര തിരുനാൾ, പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ തിരുനാൾ, ആദ്യഫല തിരുനാൾ, കാഹള തിരുനാൾ, മഹാപാപപരിഹാര തിരുനാൾ. അവിടുന്ന് കൽപ്പിച്ചു, എന്റെ ബഹുമാനത്തിനായി വർഷം തോറും 3 തവണ നിങ്ങൾ ഉത്സവം ആഘോഷിക്കണം. ഇവയ്ക്കു പുറമെ എസ്തേർ രാജ്ഞിയുടെ യഹൂദ മോചന തിരുനാൾ എന്ന പേരിൽ പുരീം തിരുനാളും, അന്തിയോക്കാസ് നാലാമൻ നശിപ്പിച്ച ദേവാലയം മക്കാബായ സഹോദരങ്ങൾ പുനർനിർമ്മിച്ചതിന്റെ ഓർമ്മയ്ക്കായി ആഘോഷിക്കുന്ന ഹനൂക്ക തിരുനാളും വലിയ ആഘോഷവേളകളായിരുന്നു. നിന്റെ ദൈവമായ കർത്താവ് കൽപ്പിച്ചതുപോലെ സാബത്ത് ആചരിക്കുക, വിശുദ്ധമായി കൊണ്ടാടുക എന്ന കൽപ്പനയും അവരുടെ ജീവിതത്തിന്റെ അവിഭാജ്യ ഘടകമായിരുന്നു. രോഗം ദൈവകോപമായിട്ടാണ് യഹൂദർ കണക്കാക്കിയിരുന്നത്. എന്നാൽ ചിലപ്പോൾ നമ്മെ വിശുദ്ധീകരിക്കാനും പരീക്ഷിക്കുവാനുമായി രോഗപീഠകൾ നൽകുന്ന സംഭവങ്ങളും വേദപുസ്തകത്തിൽ കാണാം. മറ്റൊന്നാണ് ജോബിന്റെ പുസ്തകം. നീതിമാനായ ഹെസക്കിയ രാജാവ് രോഗബാധിതനായപ്പോൾ യേശയ്യാ പ്രവാചകൻ വന്ന് അവന്റെ ആസന്നമായ മരണത്തെ പ്രവചിച്ചു. ഹെസക്കിയ കരഞ്ഞപേക്ഷിച്ചപ്പോൾ കർത്താവ് അറിയിച്ചു, ഞാൻ നിന്റെ കണ്ണീര് കാണുകയും പ്രാർത്ഥന കേൾക്കുകയും ചെയ്തിരിക്കുന്നു. ഞാൻ നിന്നെ സുഖപ്പെടുത്തും. നിന്റെ ആയുസ്സ് 15 വർഷം കൂടി നീട്ടും. ഓരോ രോഗവും രോഗസൗഖ്യവും ദൈവത്തിലേക്ക് പിന്തിരിയാനുള്ള അടയാളങ്ങളാണ്. നിന്റെ ജീവിതത്തിലുണ്ടായ അനർത്ഥങ്ങളെക്കാൾ എത്രയോ ഇരട്ടി ദൈവാനുഗ്രഹങ്ങളാണ് ദൈവം വർഷിച്ചിട്ടുള്ളതെന്ന് ഓർക്കുക. നീതിമാനായിരിക്കെ നിന്റെ ശരീരത്തിന്മേലുള്ള ശിക്ഷ നിന്റെ ആത്മരക്ഷയ്ക്കു വേണ്ടിയുള്ള ശുദ്ധീകരണം മാത്രമാണെന്ന് ഓർത്ത് ദൈവത്തിൽ സന്തോഷിക്കുക. 1 പത്രോസ് 4:12-13.